ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംരക്ഷണത്തിൻ്റെ വെയിൽ പൊളിക്കപ്പെടാൻ വേണ്ടി ദൈവം അനുവദിക്കും. അങ്ങനെ ഉള്ള സമയത്ത് കൗശല പരിപാടികൾ, സൂത്രപരിപാടികൾ, ഇരുട്ടുകൊണ്ട് ഊട്ടടക്കുക, കണ്ണടച്ച് ഇരുട്ടാക്കുക, അങ്ങനെയുള്ള തരികിട ഉപായങ്ങളൊന്നുമല്ല ക്രിസ്ത്യാനി എന്ന് പ്രതീക്ഷിക്കണത്. അവൻ എഴുന്നേറ്റ് നിന്ന് സ്വസ്ത്രഗീതം ആലപിക്കണം. ഏത് യൂദാസ് ആരെ ഒറ്റിക്കൊടുത്താലും ഇതെല്ലാം അറിയുകയും കാണുകയും അതിജീവിക്കാൻ കൃപ നൽകുകയും ചെയ്യുന്ന പിതാവിൻ്റെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് നിന്നു. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്ത്? അവൻ യാചനാ പ്രാർത്ഥനയും സങ്കട പ്രാർത്ഥനയും അല്ല നടത്തിയത്, സ്വസ്ത്രഗീതം. കാര്യം ആ സമയത്ത് ഉണ്ടാകുന്ന പെസഹ രഹസ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിറ്റർജിക്കൽ ആൻഡ് കൾട്ടിക് എക്സ്പ്രഷൻസ് ആണെങ്കിലും അത് ഉപയോഗിക്കപ്പെടുന്നത് യൂദാസ് ഇറങ്ങിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറയുമ്പോൾ അതിനുശേഷം വിട്ടുപോകുന്നത് പ്രാർത്ഥനയായിരിക്കും. ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞാൽ അടുത്ത സമയത്ത് വിട്ടുപോകണത് എന്താണ്? പ്രാർത്ഥനയായിരിക്കും വിട്ടുപോകണത്. കർത്താവ് പറഞ്ഞത് എന്താണ്? കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയി യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോയാലും പ്രാർത്ഥന കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. എഴുന്നേറ്റ് നിന്ന് റെഡിനെസ്സോടുകൂടി സ്വസ്ത്രഗീതമായിട്ട് അതിനെ മാറ്റണം. എല്ലാ സഹനങ്ങളെയും സ്വസ്ത്രഗീതമാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവിതം വിട്ടുപോയെന്ന് തോന്നുമ്പോൾ മാനുഷികമായ പരിഹാരങ്ങൾ അന്വേഷിക്കാതെ യേശുവിനെ പോലെ എഴുന്നേറ്റ് നിന്ന് സ്വസ്ത്രഗീതം ആലപിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യം എന്നെ സഹായിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ സമർപ്പിച്ച് ഞങ്ങൾ ഈശോയെ സ്തോത്രഗീതം ആലപിക്കുന്ന കർത്താവേ, ഞങ്ങളെ നീ കാത്തിരണമേ, ഞങ്ങളെ നീ സംരക്ഷിക്കണമേ, ഞങ്ങളെ നീ ഭരിക്കണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ഈ പ്രാർത്ഥനാ രീതികൾ കണ്ടപ്പോഴേ ആവൽ ഘട്ടത്തിലും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നേരിട്ട് കണ്ടപ്പോഴാണ്, പല കുറികൾ കണ്ടപ്പോഴാണ് അവർ ചോദിച്ചത് എന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ പ്രാർത്ഥന പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് വലിയൊരു വിഷയമാണ്. ചുമ്മാ പ്രാർത്ഥന വരികയില്ല. പ്രാർത്ഥനയുടെ ഓരോ വിഷയങ്ങൾ, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ ക്രിസ്ത്യൻ പ്രെയർ ജീവിക്കണ ദൈവത്തോടുള്ള
ഡയറക്റ്റുള്ള ഇടപാടുകളാണ്, കമ്മ്യൂണിക്കേഷൻസാണ്. അത് ആത്മാവിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ആത്മാവ് പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം നമ്മളെ വേറെ കാര്യം പഠിപ്പിക്കും. അതാണ് ഗലാത്യർ 3:3 പറയണത്. നിങ്ങൾ ആത്മാവിൽ തുടങ്ങി പക്ഷേ ശരീരത്തിൽ അവസാനിപ്പിച്ചു എന്ന്. ആത്മാവിൽ നമ്മൾ തുടങ്ങിയവർ ആത്മാവിൽ നിലനിന്ന് ആത്മാവിലാണ് അവസാനിപ്പിക്കേണ്ടത്. ആത്മാവിൽ നമ്മൾ തുടങ്ങിയാൽ ആത്മാവിൽ നിലനിന്ന് ആത്മാവിലാണ് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ ടെൻഡൻസി എങ്ങോട്ടാണ്? ആത്മാവിലെല്ലാം തുടങ്ങും, പക്ഷേ ശരീരത്തിൽ അവസാനിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിക്കേണ്ട വിഷയമായി വരണത്. എപ്പോൾ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം. ഇപ്പം തന്നെ എന്താണ് ഈ യൂദാസിൻ്റെ വിഷയം ഈസിയായിട്ട് സെറ്റ് ചെയ്യാമായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെയുള്ള കൗശലപരമായ ഒരു മാനുഷിക അരൂപിയുടെ സെറ്റിൽമെൻറ്റ് സാധ്യമായാലും ഈശോ അത് ഉപയോഗിക്കത്തില്ല. മാനുഷികമായ സെറ്റിൽമെൻറ്റ് ഒരു വിഷയത്തിന് സാധ്യമാണെങ്കിൽ നമ്മളെന്താ ചെയ്യണത്? അത് ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കും. ഒരു വിഷയം നമ്മളെന്താണ് ഉത്കണ്ഠപ്പെടുത്തുന്നത്? മാനുഷികമായ ഒരു സെറ്റിൽമെൻറ്റ് ഒരു വിഷയത്തിന് തയ്യാറാണെങ്കിൽ വി വിൽ നോട്ട് പ്രേ. ഞാൻ ഇരുന്ന ഒരു ഇടവകയിൽ ഒരു സ്കൂൾ സ്വന്തമായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ മകളെ എൻ്റെ ഇടവക്കാരൻ കല്യാണം കഴിച്ച്. അപ്പോൾ ഇടവക്കാരെല്ലാവരും പറഞ്ഞത് എന്താ? ഇനി എന്താ അവൾക്ക് എന്നാ ജോലിക്ക് കുഴപ്പം, അവൻ്റെ പിന്നെ 4ാം ക്ലാസ് വരെ സ്കൂളുണ്ടല്ലോ, എവിടെയെങ്കിലും ഇവിടെ കയറ്റിയാൽ പോരെയെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മകൾക്ക് ഒരു അഡ്മിഷത്തിന് വേണ്ടി അല്ലെങ്കിൽ കേട്ടക്കെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അന്ന് കേട്ടക്കില്ല, ഇപ്പോഴ് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അതൊരു വിഷയമല്ല. അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം നിസ്സാരമായാൽ ആദ്യം നഷ്ടപ്പെടുന്നത് പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവം നിൻ്റെ ജീവിതത്തെ ഒരു കാര്യത്തിൽ നിസ്സാരമാക്കിയിട്ടില്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് അത് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് കൃപയാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഒരു കാര്യം നിസ്സാരമല്ലെന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ നിരാശ ഉണ്ടാകണമെന്നല്ല. ഒരു കാര്യം നിസ്സാരമായി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാനുള്ള അവലംബിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് ധനവാൻ വളരെ പാടായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനെന്ന് പറയണത്. അവന് ഇതെല്ലാം ഉള്ളത് കൊണ്ട് ആശ്രയിക്കാൻ അവസരമില്ലാത്ത കൊണ്ടാണ്. ഒരു കാര്യം നിസ്സാരമല്ല എങ്കിൽ അത് ആശ്രയിക്കാനുള്ള ദൈവ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്നാലും കിടന്നാലും മുട്ട വീണാലും എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് എന്താണ് നിനക്ക് ലഭിക്കാൻ പോണത്? പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, ആന പോലെയാണ് പ്രാർത്ഥന. ആനയ്ക്കിപ്പോൾ 1.5 ലക്ഷം രൂപയാണെങ്കിൽ ആന ഉള്ള കൊട്ടിലുള്ള പഴയ തറവാട്ടുകാരൊക്കെ പറയും, അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ആന നിന്നാലും 12,000, ആന ചെരിഞ്ഞാലും 12,000. ആന നിന്നാൽ അതിൻ്റെ വിലയാണ്. അങ്ങനെ മറ്റു മൃഗങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല. ആന ചെരിഞ്ഞാൽ തീർച്ചയായിട്ടും കൊമ്പ് കൊണ്ട് 12,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. കൊമ്പ് വിറ്റിട്ടേ ആന തച്ചത്ത് പോയാൽ കൊമ്പ് വിറ്റാൽ ഈ 12,000 കിട്ടും. ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ അവസ്ഥ. പ്രാർത്ഥന കേട്ടാലും 12,000, കേട്ടില്ലെങ്കിലും 12,000. അപ്പോഴും കാര്യം വെച്ചാൽ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഒരു അൺആൻസേർഡ് പ്രെയർ ഇല്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞാൽ, ആ മകൾക്ക് 8 കൊല്ലമായിട്ട് മക്കളില്ല. ഇനി വൈദ്യശാസ്ത്രത്തിൽ അവൾക്ക് മക്കൾ കിട്ടാനുള്ള മാർഗമില്ല. അവളെന്താ ചെയ്തത്? ഉടമ്പടി ചെയ്ത്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ഹെവി ഡ്യൂട്ടി പ്രെയറാണ്, സിംഗിൾ ഡ്യൂട്ടി അല്ല. നമ്മളിപ്പോൾ ഒരു ഫാൻ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ്. പക്ഷെ ഒരു മോട്ടർ അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. അത് 3 ഫേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഹെവി ഡ്യൂട്ടിയാണ് അത് ആ എൻജിൻ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ നമ്മൾക്ക് പ്രെയറിൽ അപ്ഗ്രഡേഷൻ വേണ്ടി വരും. സാധാരണ പ്രാർത്ഥനയേക്കാൾ കാമ്പുള്ള പ്രാർത്ഥന വേണം. ഉടമ്പടി ഹെവി ഡ്യൂട്ടി പ്രെയറാണ്. എന്താ കാര്യം?
അത് ചെയ്താൽ ചെല്ലിയാൽ മാത്രം പോരാ, കുറേ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത്, അതായത് ഉടമ്പടി എന്ന് പറയണത് നമ്മളെക്കൊണ്ട് കുറേ കഷ്ടപ്പെട്ടത് പ്രാർത്ഥിപ്പിക്കണ പ്രാർത്ഥനയാണെന്ന്. അത് കറക്റ്റാണ്. നിങ്ങളിവിടുന്ന് ഇറങ്ങണത് മുതൽ ചെയ്യാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് ഉള്ളത്. പ്രാർത്ഥന മാത്രമല്ല, ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് ഹെവി ഡ്യൂട്ടി പ്രയറിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതിൽ ഈശോ മഹത്വപ്പെടണം, നിങ്ങൾ സാക്ഷിയാകണം, നിങ്ങളുടെ സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രയർ മാത്രമല്ല, അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോഴേ ഇവൾ 8 കൊല്ലമായിട്ട് ഇവൾക്ക് മക്കളില്ല. IVF-ഉം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം ചെയ്ത കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയത്തില്ല. കാര്യം കഴിഞ്ഞ കൊല്ലം കുറേ വിവാദങ്ങളുണ്ടായി. കൃപാസനം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് അവരവരുടെ വിശ്വാസം പോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അവർക്കെല്ലാം അനുഭവം ഉണ്ടായി. അവർ വന്ന് ആ അനുഭവം ഇവിടെ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അത് തലക്ക് പിടിച്ച്. അപ്പം നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കോലാഹലങ്ങളൊക്കെ ഇരിക്കും. ഞാൻ അതിലേക്ക് കടക്കണില്ല. ഞാൻ എൻ്റെ നയം അപ്പം തന്നെ വ്യക്തമാക്കിയായിരുന്നു. ഓരോ വിശ്വാസികൾ അവർക്ക് ദൈവം ഉള്ളിൽ കൊടുക്കണ പോലെ അവരെക്കാലത്തും അതിൻ്റെ രീതികളിൽ അത് അവരുടെ സ്വകാര്യമായ വിശ്വാസത്തിൻ്റെ പ്രതികരണങ്ങളോ അതുപോലെ തന്നെയുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളാണ്. ആ വിഷയമല്ല. ഇവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പം നമ്മൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയെന്ന് പറയുമ്പോൾ അവൾ ഇന്നലെ അങ്ങനെ പറഞ്ഞത്, ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അല്ല ഞാൻ അമ്മയുടെ രൂപത്തേട്ട് നോക്കിയെന്നല്ല പറയണത്. പെന്തക്കോസ്തുകാർക്ക് ഈ ഭാഷ മനസ്സിലാകത്തില്ല. അതാണ് വിഷയം. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകം, സത്യദൈവത്തിൻ്റെ പ്രതീകങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള വിശുദ്ധ ഐക്കണിലൂടെ പ്രതീകങ്ങളിലൂടെ നമ്മൾക്ക് പ്രാർത്ഥിക്കാനും ഏകാഗ്രതയ്ക്കും സമർപ്പിക്കാനും വേണ്ടി സഭയിൽ ഒരു വലിയ വിശുദ്ധ പാരമ്പര്യമുണ്ട്. അതാണ് അവൾ പറഞ്ഞത്. ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മേ ഈ മാസം എനിക്ക് പ്രഗ്നൻ്റ് ആകണം, ഇത് ഡിസംബർ ആണെന്ന്. അമ്മ പ്രസവിച്ച മാസം. അതാണ് പ്രശ്നം. അമ്മേ ഈ മാസം എനിക്ക് പ്രഗ്നൻ്റ് ആകണം, ഇത് ഡിസംബർ ആണെന്ന്. അപ്പം അമ്മയുടെ മുമ്പിൽ എന്തുണ്ട്? അവൾ ഡിസംബർ 8-ാം തീയതിയാണ് പറഞ്ഞെങ്കിൽ 22 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 21 ദിവസമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ 23 ദിവസം. അപ്പോൾ ഡിസംബർ 8-ാം തീയതിയാണെങ്കിൽ പറഞ്ഞെങ്കിൽ അത്രയും ദിവസമേ ഉള്ളൂ. ഇനി ഡിസംബർ 10-ാം തീയതിയാണ് 20-ാം തീയതിയാണ് അവൾ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും 11 ദിവസമേ ഉള്ളൂ. ആ പ്രാർത്ഥനയുടെ രീതി നോക്കണം. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം, അമ്മേ ഈ മാസം എനിക്ക് കുഞ്ഞിനെ വേണം, ഇത് ഡിസംബർ മാസം, ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആകണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ആധികാരികത കിട്ടും. ആധികാരികത, ആ ആധികാരികതയാണ് പറയണത്. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, അമ്മേ അപ്പോഴേ ഇനി നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് ശാസ്ത്രം പറഞ്ഞതൊക്കെ നമ്മൾ മറന്നു പോകും. ശാസ്ത്രം കുറേ കാര്യം പറയാമല്ല. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. അതെന്നുവെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ഈ വൃഷണം കാണാനില്ല. ഒരു കുഞ്ഞിൻ്റെ വൃഷണം കാണാനില്ല. അവർ നിലയം പിടിച്ചുകൊണ്ടാണ് ആ കൊല്ലംകാർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഒരു കുഞ്ഞിൻ്റെ വൃഷണം കാണാനില്ല. ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം കാണാനില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, സ്കാൻ ചെയ്ത് പറഞ്ഞ് ഇത് അകത്തും കാണാനില്ലെന്ന് പറഞ്ഞ്. സ്കാൻ ചെയ്തിട്ടാണ് പറയണത് ഇത് അകത്തും കാണാനില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശം പറഞ്ഞ് ഇത് വയറിൽ എവിടെയെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും കയറി വേറെ അവയവമായിട്ട് ഇരിപ്പുണ്ടാവും, ഫോർമുലേഷൻ എങ്ങനെ വരും. അങ്ങനെ വന്നാൽ അതുടനെ ഓപ്പറേറ്റ് ചെയ്ത് കളയണം. കാരണം എന്താണ്? അത് ക്യാൻസറാകും. അപ്പോൾ ഒരു വൃഷണം കാണാനില്ല. അത് എങ്ങാണ്ട് വല്ലയിടത്തും വയറ്റിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആകുമെന്ന് സയൻസ് പറഞ്ഞാൽ ആ മാതാപിതാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ തകർന്ന് തരിപ്പണമായിട്ട്. ഈ മാസം നടന്നൊരു വിഷയമാണത്. അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അലോഷിയേട്ടനെ കണ്ടെന്ന് പറഞ്ഞു, ഇതാണ് ഇതിനെ പ്രശ്നം കാണാനില്ല എന്ന് പറഞ്ഞു. ഈ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആകുമെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞ് മരിക്കുമല്ലോ.
പലോക്ഷിയിടം പറഞ്ഞ് അച്ഛൻ നിങ്ങളെ വിളിപ്പിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതാണ് ആ പ്രേക്ഷിതൻ്റെയൊക്കെ ഒരു ബോധ്യം കണ്ടില്ലേ. അച്ഛൻ നിങ്ങളെ ഇവിടെ ഇങ്ങനെയുള്ളവരൊന്നും എടുക്കണില്ലേ. ഇപ്പം ക്യാൻസറും കരൾ രോഗവും എടുക്കുന്നുള്ളൂ. പക്ഷേ അച്ഛൻ നിങ്ങളെ കണ്ട് വിളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതാണ് സാക്ഷ്യത്തിൽ കിടക്കുന്നത്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ അവരെ അഴികളിൽ കണ്ടപ്പോൾ, പൊടിക്കുഞ്ഞെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിൻ്റെ വൃഷണമില്ല, അകത്തോലോടത്തും കണ്ടാത്തതിന് അത് ക്യാൻസറാകും, ഓപ്പറേറ്റ് ചെയ്ത് കളയണം, ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കൾ പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ വൃഷണം ഇരിക്കുന്ന സ്ഥലത്ത് കൈ വെച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഞാനൊരു വാക്ക് പറയും, നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരികയില്ല, വൃഷണം ഇതിൻ്റെ തിരിപ്പുണ്ട് എന്ന് പറയും. പിന്നെ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്യുമ്പോൾ വൃഷണം അതിൻ്റെ നേരെ തൊട്ട് മുകളിൽ ഇരിക്കണം. അതായത് 1 സെൻറ്റിമീറ്റർ വ്യത്യാസത്തെ വൃഷണം മുകളിൽ ഇരിപ്പുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കണ ദൈവത്തിൻ്റെ മുമ്പ് നിങ്ങളുടെ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുമ്പോഴേ, ഞാൻ അടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് അതിൻ്റെ പ്രെഡിക്കമെൻ്റ് അതിൻ്റെ ഓരോ വശങ്ങളും മനസ്സുകൊണ്ട് മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിച്ചാൽ അപ്പം തന്നെ പവർ ആക്ടിവേറ്റ് ആകും. പിന്നെയാണ് നമ്മൾ സ്വർഗസ്ഥനായതും നന്മ നിറഞ്ഞു പറയുകയും ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓപ്പറേറ്റ് ചെയ്യാൻ വരട്ടെ, നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. ഈ സാധനം ഇറക്കത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർ പൊസിഷനിലേക്ക് സാധനം ഇറങ്ങി വരും. കാര്യം എനിക്ക് ഈ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വൃഷ്ണം, കാണാത്ത വൃഷ്ണം. ഇപ്പോൾ തൈക്കലിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് അതിന് കിഡ്നി കാണാനില്ല. ടീച്ചറാണ്, ആയിരന്തേ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. കിഡ്നി കാണാനില്ല. അതാണ് ഒരെണ്ണമാണ് കാണാത്തത്. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മാതാവെ കിഡ്നി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. കാര്യം അവൾ നിന്ന് മോങ്ങി നിലവിളിക്കണം. അപ്പോഴേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ദിവസം ഒരു 2 ദിവസത്തിനുള്ളിൽ കിഡ്നി പ്രോപ്പർ പൊസിഷനിൽ വരും. എന്താ പ്രശ്നം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം, അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ, ഇപ്പം ചില ആൾക്കാർ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും ഉടമ്പടി ചെയ്യാതെ. എങ്ങാനും വല്ല വകുപ്പും പരിചയക്കാരും ഉണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റുമോ, അച്ഛനെ കാണാം എന്നും പറഞ്ഞ് നിങ്ങൾ വന്നാൽ നിങ്ങളെ ദൈവം ഒരിക്കലും അനുഗ്രഹിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മാനുഷികമായ ആശ്രയത്തിൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി വരണവരാ. അപ്പം ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. ആദ്യം ദൈവത്തെ കാണുക. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ കിറ്റ് വീഴാൻ കാലമാകുമ്പോൾ തീർച്ചയായിട്ടും അമ്മ നിങ്ങളെ സഹായിക്കും. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ യൂട്യൂബിലുള്ള ഓരോ സാക്ഷ്യവും എപ്പോഴും പ്രാർത്ഥനാപൂർവം പരിശോധിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഇത് അച്ഛൻ്റെ കഴിവോ ഒന്നുമല്ല. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ സ്വീകരിക്കാൻ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബബബ വിശ്വസിക്കത്തില്ല, കട്ടൻ്റെ വിശ്വസിക്കുന്ന ആളാണ്. ഇയാൾക്ക് സമയമായെങ്കിൽ ഇയാൾ അനുഗ്രഹിച്ചിരിക്കും ദൈവം. കാരണം സമയത്തിന് മേൽ ആശീർവാദം കൊടുത്താൽ തീർച്ചയായിട്ടും, അപ്പോൾ ബൈബിളിൽ പറയത്തില്ലേ, സമയത്തിന് മുമ്പേ പ്രണയം തട്ടി ഉണർത്തരുത് എന്ന്. അതായത് എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹമായാലും ദൈവിക ഇടപെടലായാലും വിശ്വാസമായാലും, അതായത് നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ടും മെക്കാനിക്കലായിട്ടും ഇങ്ങനെ കമ്പ്യൂട്ടർ മോഡലിൽ അങ്ങനെ അത്ഭുതകരമായിട്ട് സംഭവിക്കേണ്ടതല്ല. യു മസ്റ്റ് പ്രേ, യു മസ്റ്റ് വെയിറ്റ്. വിശ്വാസം ഉപയോഗിക്കണം, പ്രത്യാശ ഉപയോഗിക്കണം, ദൈവസ്നേഹം ഉപയോഗിക്കണം. ഉടമ്പടിക്ക് 3 പുതുക്കലാണ് മാക്സിമം വെക്കണത്. 3 പുതുക്കലിനുള്ളിൽ സാക്ഷ്യമായില്ലെങ്കിൽ ആ ഉടമ്പടി ക്യാൻസൽ ചെയ്ത് കളയും. എന്താ കാര്യം വെച്ചാൽ, വെറുതെ വീട്ടിൽ കൊണ്ടേ വെച്ചിട്ട് ആ സമയമായി പൊക്കിക്കൊണ്ട് വന്ന് പുതുക്കണതാണ്. കാര്യം ഉടമ്പടിക്ക് ആ പെണ്ണിൻ്റെ ഭർത്താവ് എന്താ ഉടമ്പടി ചെയ്തിട്ടാണ് അവൾ വന്ന് അമ്മയോട് പറയണം, അമ്മേ എനിക്ക് ഈ മാസം പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ 8 കൊല്ലമായി. ലോകത്തിൻ്റെ ഓരോ കാര്യവും അന്വേഷിച്ച് നടക്കുന്നത് 8 കൊല്ലമായി. സയൻസ് പറയണത്
ഡോക്ടർമാർ പറഞ്ഞത് എനിക്ക് കിട്ടത്തില്ലെന്നാണ് പറയണത്. പക്ഷേ എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കണമെന്ന്. എനിക്ക് ഈ മാസം പ്രഗ്നൻ്റ് ആകണം. ഇത് ഡിസംബറാണെന്ന് പറയും. ഇത് ഡിസംബറാണെന്ന് പറഞ്ഞാൽ യേശു ജനിച്ച കാലം എന്നാണ് ഈ പറയണത്. ഈ മാസം എനിക്ക് പ്രഗ്നൻ്റ് ആകണം, ഇത് ഡിസംബറാണ്. അതായത് ഒരു 14 ദിവസത്തിനുള്ളിൽ അവൾ പ്രഗ്നൻ്റാണ്. ഇത്രയും സ്പീഡാണ്. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണേ. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇന്നലത്തെ സാക്ഷ്യം കേട്ടാൽ മതി. ഇന്നലത്തെ സാക്ഷ്യം കൃപാസന അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, അമ്മേ 8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല, ഇത് ഡിസംബറാണ്, എനിക്ക് ഈ മാസം പ്രഗ്നൻ്റ് ആകണമെന്ന് പറയും. 14 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും. പക്ഷേ എൻ്റെ രസമെന്ന് പറയണത് 8 കൊല്ലത്തെ പ്രാർത്ഥന അഡ്വാൻസ് കിടക്കുകയാണ്. 8 കൊല്ലത്തെ പ്രാർത്ഥനയാണ് ഈ കുഞ്ഞിന് വേണ്ടി ദൈവതിരുസന്നിധി കിടക്കണത്. അത് ചിലപ്പോൾ അഴകുഴപ്പം പ്രാർത്ഥനയായിരിക്കും. ഇതുപോലെ നട്ടലുള്ള പ്രാർത്ഥന, അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രാർത്ഥന ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനകളൊന്നും അത്രയ്ക്കും ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കത്തില്ല. ഇവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിശ്വാസം ഉണ്ടായി. അവൾ അമ്മയുടെ മുമ്പിൽ വന്ന് പറയും, എന്താ സംഭവിച്ചിരിക്കണമെന്നറിയാവോ? അവൾ പ്രസവിച്ച് ഇരട്ട പ്രസവിച്ച് 2 കുഞ്ഞിനെ കൊടുത്തു. 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇന്നലെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആ സാക്ഷ്യം സത്യഗ്രഹമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ 2 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എന്താ? ഒന്നാമത്തേൽ അതിൻ്റെ സമയ നമുക്ക് ലാഭം, പിന്നെ എന്താണ് ആശുപത്രി ചികിത്സ പണം ലാഭം. അതായത് ഒറ്റടിയും രാശിയാണ് ഒറ്റ സമയത്ത്. കൃപാസനത്തിൽ ഞാൻ ഒരിക്കൽ ഇതുപോലെ ഇടത്തുവാക്കാരിൽ ഞാനിങ്ങനെ കുഞ്ഞിനെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരമ്മ കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾക്ക് ഇടത്തുവായെന്ന് സ്റ്റേജിൽ ചോറ് കൊടുക്കുകയാണ്. ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ചോറ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു, അച്ഛാ ഇത് ഇവിടുത്തെ അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താ സാക്ഷ്യം പറയാത്തത്? ഞങ്ങൾ വരും അച്ഛാ, ഇപ്പം തിരക്കായതുകൊണ്ട് ഇവിടെ മുഴുവൻ ബഹളമല്ലേ ഇവിടെ, അന്ന് ഭയങ്കര ഇടിയായിരുന്നു ഇവിടെ. അപ്പോൾ വരും അച്ഛാ എന്ന് പറയും. ഇതിലൊക്കെ വന്നിട്ടില്ല, എന്നാലും അവർ വരും. അതെന്താ? ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളാണ്. എന്താ കാര്യം? 6 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. 6 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. അതായത് എൻ്റെ മക്കളെ, ഞാൻ ഇപ്പം നിങ്ങളുടെ ഈ 3 ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് അടയാളമില്ലെങ്കിൽ ഉടമ്പടി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ ഈ ഉടമ്പടി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഉടമ്പടി താളത്തിലായി പോകും. രാവിലെ എഴുന്നേൽക്കുക, കുരിശ് വരയ്ക്കുക, ഉടമ്പടി പ്രാർത്ഥന ചെല്ലുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുക, പത്രം മേടിച്ച് നാത്തൂൻ്റെ അടുത്ത് കൊടുക്കുക, മക്കളുടെ അടുത്ത് കൊടുക്കുക. പത്രം മേടിച്ച് നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. കോഴഞ്ചേരിയിൽ നിന്നൊരു വലിയമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തു. എന്നിട്ട് പത്രം മേടിച്ചിട്ട് ആർക്ക് കൊടുത്തു? അത് വീട്ടിൽ നിൽക്കണ വേലക്കാർക്ക് കൊടുത്തു. 2 ബംഗാളികൾ വിലക്ക് നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തിട്ട് കൊണ്ടുപോയി വിതരണം ചെയ്യിപ്പിച്ചു. പോരെ, തീർന്നത്, പ്രേക്ഷിത പ്രവർത്തനം തീർന്നു. അത് നോട്ടീസ് കൊടുത്താൽ പോലെ വല്ല ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ നോട്ടീസ് കൊടുക്കത്തില്ലേ കമ്മീഷൻ ബേസിൽ? അതുപോലെ പത്രമല്ല, പത്രം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവ് ഇതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരാൻ ഞങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തിന് ഒരു വിശ്വാസപ്രമാണം, ഒരു 3 സ്വർഗസ്ഥനായത് 3 നന്മ നിറഞ്ഞവരെയും വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നീ ആരാണെന്ന് ദൈവത്തിന് മനസ്സിലാകും. ഇവിടെ ഒന്നിനും പഞ്ഞമില്ല, വിശ്വാസത്തിനും അത് പ്രയോഗിക്കുന്ന രീതികൾക്കുമാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ശക്തമായി ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ യേശുവേ ആരാധിക്കട്ടെ. ശക്തമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങള് അതിശക്തമായ
വിശ്വാസത്തോടെ അത് അനുവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ജനമാകാൻ സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളെയും ആശീർവദിക്കുന്നതിനെ യോഗങ്ങളെ ആശീർവദിക്കാൻ ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ? കർത്താവും ഇടയ്ക്ക് പറയാറുള്ള വാക്കാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന്. അത് വളരെ മോശമായിട്ട് ഈശോ സംസാരിക്കുന്നത്. കാരണം യൂദാസനാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. അതാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ, എങ്കിലും വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന്. കാര്യം ഈ മനുഷ്യന്മാരെ ശവങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം കേൾക്കാൻ കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉണ്ടെന്നാണ് ബൈബിൾ പറയണത്. പല കാര്യങ്ങൾ കൊണ്ട് ശവങ്ങളായി പോവും. അവർക്ക് പ്രതികരണങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ അതിനോട് റെസ്പോൺസ് ഇല്ല. ഒക്കട്ടെ. അതായത് പലരെയും ഉടമ്പടി എടുത്ത പലരെയും അവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും, ഒന്നും ചെയ്ത് കാണത്തില്ല. ചിലർ ഭാര്യമാരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ വന്നിട്ട് ഇവിടെ ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ അലഞ്ഞു നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്താ ഇല്ല, വൈഫ് എടുക്കുന്നുണ്ടെന്ന് പറയും. കൊള്ളാം. ഞാൻ പിന്നെ മിണ്ടത്തില്ല. കരയുടെ കയ്യിൽ തീരുമാനമായി. ഞാൻ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറയും വണ്ടിക്കാഴ്ച പോയെന്ന്. എന്താ കാര്യം? ഹീ ഈസ് നോട്ട് റെഡി ടു കോപ്പറേറ്റ് വിത്ത് ഈ ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ റെഡിയല്ല. അങ്ങനെ ചെയ്യണത് ഈ കിറ്റ് മേടിക്കാൻ വേണ്ടി പയറിനെ വിടാൻ പോലെ പുള്ളി ഉടമ്പടി മേടിക്കാനും പയറിനെ വിട്ടിരിക്കുകയും. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രളയകാലത്ത് കിറ്റ് കിട്ടിയില്ലേ, അതുപോലെ അത് മേടിക്കാൻ വേണ്ടി ആരായി വിട്ടത്? ആണുങ്ങളാണ്. ആണുങ്ങൾ ബീവറേജിലാണ് പോയി നിന്നത്, കിറ്റ് മേടിക്കാൻ പോയത് പെണ്ണുങ്ങളാണ്. അപ്പോൾ ഉടമ്പടി ഏതാണ്ട് ആ പരുവത്തിലാക്കിയിട്ട് ഈ മനുഷ്യൻ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ കല്ലറയിലുള്ള കുറേ ആൾക്കാരുണ്ട്, ദൈവികമായ പദ്ധതികളോട് ശവം പോലെ ഇരിക്കണവർ. അവർക്ക് വേണ്ടി തന്നെയാണ് വചനം ഉള്ളത്. അതാണ് വചനം എഴുതിയിരിക്കുന്നത്. എന്നാ എഴുതിയിരിക്കുന്നത്? 5:28 യോഹന്നാൻ 5:28. ഇത് നിങ്ങൾ വിസ്മരിക്കേണ്ട, എന്തെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവിടുത്തെ സ്വരം ശ്രവിക്കുന്ന സമയം വരും. അപ്പോൾ ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല, കല്ലറയിലുള്ളവരും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തൈക്കാട്ടുശ്ശേരി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വചനം വന്നു. കല്ലറയിലുള്ളവരെല്ലാം അത് ഒരു ബന്ധവുമില്ല. തൈക്കാട്ടുശ്ശേരിയിലെ കുർബാനയ്ക്കും ഈ വചനത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് ഇടയ്ക്കിങ്ങനെ ചെയ്യണതാണ്. ഈ കർത്താവ് വരുമ്പോൾ കൂടെ കുറേ ബൊണാൻസ നമുക്ക് കിട്ടും. ആൾത്താറയിലേക്ക് അങ്ഷൻ്റെ സമയത്ത് ഈശോ ലാൻഡ് ചെയ്യത്തില്ലേ, എൻ്റെ ദൈവമേ ഭയങ്കര രസമാണ്. തലയിലും നെഞ്ചിലും കൂടി കുറേ സാധനങ്ങൾ കയറി വരും. കർത്താവിൻ്റെ വരവാണത്. അൾത്താറയിലേക്ക് വരുന്നൊരു വരവാണ്. അപ്പോൾ ആണ് ഈ വചനം പറയുന്നത്, കല്ലറയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അകത്ത് കല്ലറയാണല്ലോ, ശവമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാണ്ട് വിടരുത്. അത് എനിക്ക് വല്ലാത്ത, ഞാൻ താഴെ ഇറങ്ങിയിട്ട് കല്ലറയിലുള്ളവരെല്ലാം അപ്പോൾ എത്ര ഗതികെട്ട വിശ്വാസമില്ലാത്തവരും വിശ്വാസപരമായും മരിച്ചവരാണെങ്കിലും എൻ്റെ മക്കളെ, നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ലെന്ന് വിചാരിച്ചോ? ക്ലിയറല്ലേ? നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസമില്ല, മകന് വിശ്വാസമില്ല എന്ന് വിചാരിച്ചോ? അവൻ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യാൻ, അവൻ ഈ ജന്മത്ത് ദുഃഖവെള്ളിയാഴ്ച പോലും കുരിശിൻ്റെ വഴിക്ക് പോകത്തില്ല. അവനോട് പറഞ്ഞു നമ്മുടെ നെഞ്ചിലെ വെള്ളം കളയാവുന്നല്ല ഒരു കഥയുമില്ല. അവൻ ദുഃഖ വെള്ളിയാഴ്ച വേണമെങ്കിൽ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കല്ലറയിലുള്ള അനേകം ആൾക്കാരുണ്ട്.
അപ്പോഴും കർത്താവിൻ്റെ വചനം നിന്നോട് പറയും, അമ്മയോട് പറയും, ഇടി അവൻ ശവമാണ്, പക്ഷെ അവൻ്റെ അടുത്ത് പോയിരുന്ന് വചനം വായിക്കാൻ പറയും. അവൻ ശവമാണ്, അവൻ ഈ ജന്മത്തിൽ പോകില്ല, അവൻ യുക്തിവാദിയാണെന്ന് തന്നെ വിചാരിച്ചോ, ദൈവികമായ കാര്യത്തിൽ അവൻ ശവമാണ്, വിശ്വാസത്തിൽ. അപ്പോഴും കർത്താവ് പറയും, അമ്മയോട് പറയും, നീ അല്ലേ അവനെ പെറ്റ് അത് അവൻ്റെ അടുത്ത് പോയിരുന്ന് വായിക്ക്, നിൻ്റെ കാലം കഴിയുമ്പോഴെങ്കിലും അവൻ നീ വായിച്ചത് ഓർക്കുമെന്ന്. അപ്പോൾ ഒരു കാരണവശാലും നിൻ്റെ മകനോ മകളോ ഭർത്താവോ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നീ നിൻ്റെ ഉദ്യമങ്ങൾ മുടക്കരുത്. ഈ കൊടുത്ത പോയിൻ്റ് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അവസരമാണ്. അത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ കർത്താവിൻ്റെ സ്വരം അവൻ കേൾക്കും. പക്ഷേ ചില ഒരു 10% ചിലപ്പോൾ മിസ് ചെയ്യുമായിരിക്കും. പക്ഷെ ആ 10% പ്രതി നീ അത് ചെയ്യാതിരിക്കരുത്. ആ 10% പ്രതി നീ സൊദോമിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ദൈവം പറയണത്. ആ 10% എന്താ കാര്യം വെച്ചാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കല്ലറയിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കും. 5:28 യോഹന്നാൻ. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ പറയും, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കല്ലറയിലുള്ളവർക്കും കേൾക്കാൻ ചെവിയുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇല്ലാത്തൊരു 10% പോകുമായിരിക്കും. കാര്യം വചനത്തിൻ്റെ ഒരു പ്രശ്നം, കേൾക്കാൻ ചെവി വേണം ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ചോദിക്കും, എന്താണ് കേൾക്കാൻ ചെവി? അപ്പോൾ മത്തായി 13:9 കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം നമ്മൾ ചോദിക്കും, എന്നാണ് ഈ കേൾക്കാൻ ചെവി എന്ന് പറയണത്? കാര്യം നിങ്ങളെല്ലാം രക്ഷപ്പെടാൻ പോണത് എന്തുകൊണ്ടാണ്? വചനം കേട്ടാണ് രക്ഷപ്പെടാൻ പോണത്. കേൾക്കാൻ ചെവി എന്ന് പറയണത് എന്താ? അതായത് മത്തായിയുടെ സുവിശേഷം 13:15 അവർ കണ്ണുകൊണ്ട് കണ്ട്, മത്തായി 13:15 എന്താണ്? അവർ കണ്ണുകൊണ്ട് കണ്ട്, ഏറ്റു പറഞ്ഞേ, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാനവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ ചില ആൾക്കാരെ കേൾക്കാൻ ചെവിയുള്ളവരും കർത്താവ് ജനത്തെ രണ്ടായിട്ട് തിരിക്കും. കല്ലറയിൽ പോലും അവൻ സുവിശേഷം പ്രസംഗിക്കും, പക്ഷേ കേൾക്കാൻ ചെവിയുള്ളവരുമുണ്ട്, കേൾക്കാൻ ചെവിയില്ലാത്തവരുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവർ ആരാണ്? വചനത്തോട് റിസപ്റ്റിവിറ്റി ഉള്ളതാണ്. കേൾക്കാൻ ചെവിയില്ലാത്തവർ ഹൃദയകാഠിന്യമുള്ളവരാണ്. ഹൃദയകാഠിന്യം എന്ന് പറയണത് എന്താണ്? വചനത്തോട് വിശ്വസിക്കാനുള്ള പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ഹൃദയകാഠിന്യം എന്ന് പറയണത്. വചനം വിശ്വസിക്കാനുള്ള ദേവത, നീ ഉടമ്പടി നിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് ഈ വചനത്തിലെല്ലാം എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ ശക്തിയാണുള്ളത്. വചനത്തിലെല്ലാം ഉള്ളത് എന്താണ്? ദൈവത്തിൻ്റെ. നമ്മൾ റോമ 1:16 വായിക്കുമ്പോൾ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഓരോ വചനത്തിലും ശക്തിയുണ്ട്. ഈ ശക്തിയാണ് വാഗ്ദാനം. ശക്തിയാണ്. കാര്യം വാക്കിൻ്റെ ഉള്ളിലെ ദാനമാണ് വാഗ്ദാനം, പ്രോമിസ്. വചനം മുഴുവൻ എഴുതിയിരിക്കുന്നത് പ്രോമിസാണ്. വചനത്തിലൂടെ ലഭിക്കുന്ന സമയം പ്രോമിസാണ്. വചനത്തിലൂടെ ലഭിക്കുന്ന സ്ഥലം പ്രോമിസ്ഡ് ലാൻഡാണ്. പ്രോമീത്തരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിലീസ്, അവിടുന്ന് പ്രോമിസ് വരണത്. പ്രോമീത്തരെ എന്നുള്ള ലാറ്റിൻ പദത്തിന് എന്താണ് അർത്ഥം? ടു റിലീസ്, പുറത്തേക്ക് വലിച്ചെടുക്കുക. പ്രത്യാശിക്കുക എന്നുള്ളതല്ല, നമ്മളത് പ്രത്യാശിക്കുക എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എറ്റിമോളജി, റൂട്ട് മീനിങ് പറയണത് എന്താണ്? പ്രോമീത്തരെ, ടു റിലീസ്, വലിച്ചെടുക്കുക. ഓരോ വചനത്തിൽ നിന്നും എന്തോ വലിച്ചെടുക്കാനുണ്ട്.
ഓരോ വാക്കിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ വലിച്ചെടുക്കാനുണ്ട്. വാക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള എന്താണ്? ദാനമാണ്. ആ ദാനം എന്തിൻ്റെ രീതിയിലാണ്? ശക്തിയുടെ രീതിയിലാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മ ഇതാണ്, ഈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആകണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ എന്ന് മംഗളവാർത്ത സമയത്ത് ചോദിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തിയാണ് വചനത്തിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് റോമ 1:16 പറയണത്. ആ ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ശക്തി പുറത്തേക്ക് വരും. അത് ബോഡി വന്ന ഹീലിംഗ് ആയിട്ട് മാറും. ആ ശക്തി പുറത്തേക്ക്. അതുകൊണ്ടാണ് വചനം കേട്ടുകൊണ്ടിരിക്കെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ മേലാണ്. വിശ്വസിച്ചവരുടെ മേലും കല്ലറയിലുള്ളവരായാലും കല്ലറയ്ക്ക് പുറത്തുള്ള ജീവനുള്ളവരായാലും ഹൃദയകാഠിന്യം ഇല്ലാത്തവരുടെ മേലാണ് കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ വചനം വിശ്വസിക്കാനുള്ള തുറവി. നിങ്ങൾ ഈ വിശുദ്ധ വാരം മുഴുവനും പള്ളി പോകണ സമയം ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിലെ പണിയൊക്കെ ചെയ്താലും വചനം എടുത്ത് വായിച്ചുകൊണ്ടേ ഇരിക്കണം. വചനം പ്രാർത്ഥിച്ച് വായിച്ചുകൊണ്ടേ ഇരിക്കണം. വചനം കല്ലറയുടെ അകത്തിരിക്കണ ആൾക്കാരുടെ അടുത്ത് പോയിരുന്ന് വായിക്കണം. ജീവിച്ചിരിക്കുന്ന ആൾക്കാരും വചനത്തിന് മറുതിരിച്ച് നിൽക്കുന്നവരെ ഹൃദയകാഠിന്യമുള്ളവരാണ്, ചെവിയില്ലാത്തവരും കേൾക്കാൻ ചെവിയില്ലാത്തവരാണ്. പക്ഷേ അവരിടത്തും പോയി വായിക്കാനാണ്. കല്ലറയിലുള്ളവരും കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ ഒരു വിശുദ്ധവാരം, ആ വിശുദ്ധവാരം ദൈവത്തെ കൈമാറ്റം ചെയ്യുന്നതിലുള്ള ദൈവവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിഷയങ്ങളിൽ ദൈവത്തെ കക്ഷി ചേർക്കുകയും ദൈവത്തിൻ്റെ അനുഭവത്തിൽ സാക്ഷികളാകുകയും ചെയ്യുന്ന വലിയ ദിനങ്ങളിലേക്ക് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛൻ്റെ പ്രാർത്ഥന രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ 5 മിനിറ്റേ പ്രാർത്ഥിക്കത്തുള്ളൂ. ആ ചേച്ചി 5 സെക്കൻഡാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നില്ല. ആര് പ്രാർത്ഥിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആര് പ്രാർത്ഥിക്കുന്നു എന്നതാണ് വിഷയം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്തെടുക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കണം, പ്രത്യാശ വർദ്ധിപ്പിക്കണം, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം. രോഗമുള്ള ഇടത്തെല്ലാം കൈവെക്കുക. മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവെക്കുക. ഹൃദ്രോഗികളെ നെഞ്ചത്ത് കൈവെക്കുക. കള്ളരോഗിക്കാരെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കുക. ടോൺസൈറ്റുകാർ തൊണ്ടയിൽ കൈവെക്കുക. PCOD പിസ്തുല രോഗികൾ, അൾസർ രോഗികൾ അടിവയറ്റ് കൈവെക്കുക. സർവാംഗ രോഗങ്ങളുള്ളവർ നെഞ്ചത്ത് കൈവണച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുക. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവേ രക്ഷക, ഈ നിമിഷം എന്നെ സ്പർശിക്കണമേ എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ആത്മരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദ്രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, തലക്ക് ചൂടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഉദര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന,
യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവേ, മാരക രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് സൗഖ്യപ്പെടുന്നെന്ന് പറയുന്നു. പ്രാർത്ഥിക്കട്ടെ, ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. വീണ്ടും രോഗയിടങ്ങളിലെ നടുവ് രോഗികള്, നടുവില് ഡിസ്ലൊക്കേറ്റ് വരുന്നവർ, കശേരികൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ നടുവിൽ കൈവെക്കണം. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കണം. ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവ്യകാരണം എഴുന്നള്ളിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു അൾത്താറുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ കർത്താവെ നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമേ നിന്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നടുവ് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, വാതരോഗങ്ങള്, കശേരി രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യപ്പെടുത്തെന്ന് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ചു മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വാടക കഴിയുന്നവര്, പല പല പരീക്ഷകളിൽ തോറ്റവര്, എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, അതുപോലെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, സാങ്കേതികമായ സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ളവർ, വിത്തുകളുടെ സർട്ടിഫിക്കറ്റ് അകപ്പെട്ടവർ, വിവാഹമോചനം പ്രാപിക്കാൻ വേണ്ടി അതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതിശക്തമായി ഇടിമുഴങ്ങുന്ന പോലെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തിലെ കൃപാസനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ 35 വർഷം അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങള്, മാരക രോഗങ്ങൾ മാറട്ടെ. ജീവ ദുരിതങ്ങള്, രോഗ തടസ്സങ്ങള്, സാങ്കേതിക ദുരിതങ്ങള്, എല്ലാ ദോഷങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തില്, യേശുവിന്റെ കുരിശില്, ഈശോ നാമത്തില് ബന്ധിക്കപ്പെടട്ടെ. നിങ്ങള് യേശു നാമത്തില് സ്വതന്ത്രരാകട്ടെ. സംരക്ഷിച്ച ഉടമ്പടി പ്രാർത്ഥനകളുടെ മേലെ ഇപ്പോൾ യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, തീരാവ്യാധികള്, കടഭാരത്തിൽ കഴിയുന്നവര്, സന്താനമില്ലാതെ വിഷമിക്കുന്നവര്, ഇവരെല്ലാം ഇപ്പോൾ സ്പർശിക്കുകയും സൗഖ്യപ്പെടുത്തുകയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.